നമസ്കാരം, ഞാൻ വിഷ്ണു. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് സഹ്യവാൾ പശുക്കളെക്കുറിച്ചാണ്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ നാടൻ പശുക്കളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരുപാട് അറിവുകൾ നമ്മളതിൽ ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നിക്കാണും എന്തിനാണ് ഞാനിതൊക്കെ കാണുന്നതെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നാടൻ പശുക്കൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ആരോഗ്യത്തെയും കാത്തു സൂക്ഷിക്കാൻ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ എല്ലാവരിലും എത്തിക്കണം നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ, നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻ എത്തിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ പശുക്കളിൽ ഒരു പ്രധാന ഇനമായ സഹിവാൾ പശുക്കളെയാണ്. ഇവയുടെ ജന്മദേശം പഞ്ചാബ് പ്രവിശ്യയിലുള്ള സഹിവാളാണ്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ മേഖലകളിലാണ് സഹിവാൾ പശുക്കൾ ഏറ്റവും അധികം കാണപ്പെടുന്നത്. അവയുടെ ശാന്ത സ്വഭാവം വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യൻ നാടൻ പശുക്കളുടെ പാലിൽ ഏറ്റവും അധികം കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് ഈ ഇനം പശുക്കളിലാണ്. ഇത് ഏകദേശം 5 മുതൽ 6% വരെയാണ്. ഇവയുടെ ഭാരം നോക്കിയാൽ കാളകളിൽ ഏകദേശം 400 കിലോഗ്രാം മുതൽ 500 കിലോഗ്രാം വരെയും പശുക്കളിൽ ഇത് 300 കിലോഗ്രാം മുതൽ 350 കിലോഗ്രാം വരെയാണ്. ഇന്ത്യൻ പശുക്കളിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദനമുള്ള ഇനമാണ് സഹിവാൾ. ഏകദേശം പ്രതിദിനം 20 ലിറ്റർ വരെയാണ് പാൽ ഉൽപ്പാദനം. ഒരു വർഷത്തിൽ ഏകദേശം 235 ദിവസം വരെ കറവ ലഭിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒരു കാലത്ത് വൻതോതിൽ സഹിവാൾ പശുക്കളെ കയറ്റി അയക്കപ്പെട്ടു. ഇവയുടെ പ്രധാന സവിശേഷതകളായ ഉയർന്ന പാലുൽപാദനം, രോഗപ്രതിരോധ ശേഷി, ഉയർന്ന താപനിലയുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി എന്നിവയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇവ ആകർഷിക്കപ്പെട്ടതും കയറ്റി അയക്കപ്പെട്ടതും. വൻകുടലിൽ ക്യാൻസറിന് കാരണമാകുന്ന പല രാസവസ്തുക്കളെയും പ്രതിരോധിക്കാൻ സഹിവാൾ പശുക്കളുടെ പാൽ ഉത്തമമാണ്. മൂത്രാശയക്കല്ലിനെ പ്രതിരോധിക്കുവാനും ഈ പാൽ സഹായിക്കുന്നു. ഈ പാലിലെ B2, ബീറ്റോൾ വൈറ്റമിനുകളുടെ സാന്നിധ്യം രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ വർധനവിന് കാരണമാകുന്നു. ഇത് അനീമിയയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. സഹിവാൾ പശുക്കളുടെ പാൽ പ്രമേഹത്തെ ചെറുക്കുവാൻ സഹായിക്കുന്നു. പ്രതിദിനം സഹിവാൾ പശുക്കളുടെ പാൽ കുടിക്കുന്നത് മൂലം മുതിർന്നവരിൽ ഇൻസുലിൻ സംവേദനക്ഷമത കുറയുന്നുവെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. വികാരങ്ങളുടെ നിയന്ത്രണത്തിനും ഉറക്കത്തിനും സഹായിക്കുന്ന സെറോട്ടോണിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ടിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് സഹിവാൾ പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്നു. ഈ ടിപ്റ്റോഫാൻ മെലാട്ടോണിൻ്റെ സമന്വയത്തിനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഈ പാൽ കുടിക്കുന്നത് ശരിയായ ഉറക്കശീലത്തിനും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. സാധാരണ പാലിൽ കാണുന്ന കസീൻ എന്ന പ്രോട്ടീൻ ആസ്മ, അലർജി എന്നിവയ്ക്കു കാരണമാകുന്നു. എന്നാൽ ഈ കസീൻ സഹിവാൾ പാലിൽ അടങ്ങിയിട്ടില്ല. അതിനാൽ ഈ പാൽ കുടിക്കുന്നത് ആസ്മ, അലർജി എന്നിവ ഉണ്ടാക്കുന്നില്ല. ഇത്രയധികം ഗുണസവിശേഷതകളുള്ള ഇന്ത്യൻ നാടൻ പശുക്കളെക്കുറിച്ച് അറിയാതെയാണ് നമ്മുടെ സമൂഹം സങ്കര ഇനങ്ങളായ വിദേശ ഇനം പശുക്കളെ വാണിജ്യാടിസ്ഥാനത്തിൽ പാൽ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഈ പാൽ ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് മനുഷ്യന് നൽകുന്നത്. കൃത്രിമ ബീജസങ്കലനം വഴി സങ്കരീനം പശുക്കളെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സഹിവാൾ അടക്കമുള്ള ഇന്ത്യൻ നാടൻ പശുക്കളുടെ വംശനാശനത്തിനു കാരണമായിക്കൊണ്ടിരിക്കുന്നു.